എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ പച്ചത്തലയൻ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫി അന്വേഷിച്ച് ആ ബിൽഡിംഗ് മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. ആദ്യം അപ്സ്റ്റേഴ്സിൽ മുഴുവൻ ലൂഫി അരിച്ചു പെറുക്കും. അതിനുശേഷം താഴേക്ക് വരികയാണ്. അവൻ വരുംതോറും അവന്റെ മനസ്സിൽ ലൂഫിയെക്കുറിച്ചും സോറോയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. ലൂഫിയും സോറോയും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ടീമിലുള്ള ടോപ്പർ, സാഞ്ചി, ബ്രൂക്ക്, ഫ്രാങ്കി അവരെല്ലാവരും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹം തോന്നുന്നു. ഇപ്പൊ ലൂഫിയെ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് സോറോയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ കഴിയും. അതിലൂടെ ബാക്കിയുള്ള എല്ലാവരെയും കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഇപ്പോ നേരിറങ്ങി താഴേക്ക് നടന്നു വരും. അപ്പൊ ദൂരത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ അവിടെ കാതോർത്ത് നിൽക്കും. അതേസമയം രണ്ടുപേര് സ്ക്രച്ചസിൽ ആരെയോ കിടത്തി അവിടുന്ന് എടുത്തുകൊണ്ട് പോവാണ്. പച്ചത്തലേനാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവന് മനസ്സിലാവുക പരുക്ക് പറ്റിയവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മെഡിക്കൽ റൂമിന്റെ ഭാഗത്താണ് അവനുള്ളത്. അവനിപ്പോ അകത്തേക്ക് കയറി അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ഒരു സെക്യൂരിറ്റി അവനെ തടയും. ഇവിടെ എല്ലാവരും മത്സരത്തിൽ ഫെയിലായി പരുക്ക് പറ്റി കിടക്കുന്നവരാണ്. അവർക്ക് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതിന് പച്ചത്തലയൻ അവരെ നോക്കി പരിഹസിക്കും. പച്ചത്തലയന്റെ പരിഹാസമാണെങ്കിൽ അവിടെയുള്ളവർക്ക് ഒട്ടും ഇഷ്ടാവില്ല. പരുക്ക് പറ്റി കിടന്ന എല്ലാവരും ചാടി എഴുന്നേറ്റ് പച്ചത്തലയനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. സെക്യൂരിറ്റി ആണെങ്കിൽ ഇപ്പോ അവരെ എല്ലാവരെയും തടയാണ്. ദയവ് ചെയ്ത് ഇവിടെ വെച്ചൊരു ഫൈറ്റ് ഇടരുത്. അതിനാ പച്ചത്തലയൻ പറയും, എനിക്കിപ്പോ ഇവരോടൊന്നും ഫൈറ്റ് ഇടാൻ ഒട്ടും സമയമില്ല. ഓൾറെഡി ഇവരെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് അടികെട്ടി തോറ്റുപോയവരാണ്. സോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കണ്ടുപിടിക്കാനുണ്ടെന്ന് പറഞ്ഞ് പച്ചത്തലയൻ അവിടെ നിന്ന് കടന്നു പോകും. അതേസമയം നമ്മുടെ വയസ്സൻ അപ്പാപ്പന്റെ അസിസ്റ്റൻസ് രണ്ടുപേര് അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ സോൾജേഴ്സിനോട് ചോദിക്കും, ഞങ്ങൾ ഒരുപാട് നേരമായി ഞങ്ങളുടെ ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം എവിടെ? അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇപ്പൊ ജീവനോട് കൂടെ ഇല്ലേ? എന്താ നടന്നതെന്ന് ഞങ്ങളോട് സത്യമായിട്ട് തുറന്നു പറ. അതിനാ സോൾജിയർ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഡോർ കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ അപ്പാപ്പനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ എക്സിറ്റ് ഡോർ വഴി ഞങ്ങൾ സേഫ് ആയിട്ട് പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. ഓ മൈ ഗോഡ്, ഞങ്ങൾ ഒരിക്കലും ഇത്രയും ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരിപ്പോ ആ സോൾജിയേഴ്സിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് ആ സോൾജിയർ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അതിനുശേഷം അതിലൊരുത്തനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് കിടത്തും. അടുത്ത നിമിഷം ഒരു ലിവർ പിടിച്ച് വലിക്കും. അവൻ അങ്ങനെ വലിയൊരു കുഴിയിലേക്ക് വീണ് തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. ചുറ്റും നോക്കും, ഒരുപാട് ടോയ്സ് ഒക്കെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിലായിട്ട് സാക്ഷാൽ ജയന്റ് മാൻ ബാത്തലോമിയെ കാണിക്കുക. ആ ജയന്റ് മാത്രമല്ല, അവൻ അത്ര നേരം അന്വേഷിച്ച അവന്റെ മാസ്റ്റർ വയസ്സൻ അപ്പാപ്പൻ, കപ്പട മീശക്കാരൻ എന്നിങ്ങനെ ഒരുപാട് പേര് ആ വലിയ സെല്ലില് അങ്ങനെ കിടക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്താ സംഭവിച്ചതെന്നറിയാതെ അവൻ വണ്ടറടിക്കും. അതിനാ മീശക്കാരൻ പറയും, ഡോഫ്ലമിംഗോ അവനിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളെ എല്ലാവരെയും ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പുറത്തു പോകാനായിട്ട് യാതൊരു വഴിയുമില്ല. ആ കിങ് ആണെങ്കിൽ ആളുടെ പവറൊക്കെ വെച്ച് ചുമരിൽ ആഞ്ഞെട്ടിക്കും. എന്നിട്ടും ആ ചുമരിന് ഒരു കുഴപ്പമില്ല. നീലത്തലയും പറയും, ആ ഡോഫ്ലമിംഗോ അവൻ നമ്മളെ എല്ലാവരെയും ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ നമ്മളുള്ളത് അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടം തകർത്ത് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ മുകളിലൂടെ തന്നെ അത് സാധ്യമാകുമെന്ന് പറയും. അത് കേട്ട് അപ്പാപ്പൻ ആള് ദേഷ്യപ്പെട്ട് പറയും, ഇനി മുതൽ എന്റെ ശത്രു അതാ ഡോഫ്ലമിംഗോ ആണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സ്റ്റേജിന് ചുറ്റുമുള്ള ജനങ്ങള് അവരെല്ലാവരും റബേക്കയും ആ ജയന്റ് മാനയുമാണ് ആകാംക്ഷയോടുകൂടെ നോക്കുന്നത്. ഇത്രയും നേരവും റബേക്ക ഏറ്റുമുട്ടിയത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ്. പക്ഷെ ഇവൻ വലിയൊരു ജയന്റാണ്. ഇവൻ എങ്ങനെ തോൽപ്പിക്കും? ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. ഉടനെ ഒരു സോൾജിയർ പറയും, റബേക്ക അവൾ എന്നെയും ഈ ജയിലിലുള്ള ഒരുപാട് പേരെയും അവൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അന്ന് രാത്രി നടന്ന ആ ഒരു കാര്യം അതാണ് എല്ലാവരെയും ഞെട്ടിച്ചതെന്ന് പറയും. ലൂഫി ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ആ മാച്ചിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ഇമോട്ടാതെ നോക്കി നിൽക്കും. ഇവിടെ ആ ജയന്റ് അവളെ പിടിക്കാൻ രണ്ട് കൈ ഉപയോഗിച്ച് അവളുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഓരോ ഭാഗത്ത് ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വേറൊരുത്തൻ അവൻ സ്ക്വാഡൊക്കെ എടുത്ത് അലറി വിളിച്ച് ആ ജയന്റിനെ വെട്ടി താഴെയിടാൻ അങ്ങനെ പറന്നു വരിക. പക്ഷെ ആ ജയന്റ് മാനാണെങ്കിൽ ഈസി ആയിട്ട് അവനെ കൈകൊണ്ട് ക്യാച്ച് ചെയ്യും. ആ ഗ്യാപ്പിൽ റബേക്ക ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. അവളാണെങ്കിൽ ചാടി ഓടുന്നതിൻ്റെ ഇടയിൽ ഒരുത്തനുമായിട്ട് കൂട്ടിയിടിച്ച് അവളുടെ സ്ക്വാഡ് അത് ദൂരേക്ക് തെറിച്ചു പോവും. അവളുടെ തൊട്ടു പിന്നാലെ ആ ജയന്റും കണ്ണി കണ്ടവരെ എല്ലാവരെയും അടിച്ച് തെറിപ്പിച്ച് അവളുടെ അടുത്തേക്ക് വരും. ആ ജയന്റ് ആണെങ്കിൽ റബേക്കയുടെ സ്ക്വാഡിൽ ചവിട്ടി പിടിക്കും. അതിനുശേഷം അവൾ വീണ്ടും പിടിക്കാനായിട്ട് കൈ നീട്ടും. അവൾ അവന്റെ കയ്യിലൊക്കെ ചവിട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ
അവന്റെ കൈ വെച്ച് അങ്ങനെ ഞെരിക്കാണ്. ഇവിടെ ലൂഫിക്ക് അത് കണ്ട് സഹിക്കാനാവില്ല. അവനങ്ങനെ പല്ല് കടിക്കും. ആ പ്രിസണേഴ്സിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവരുടെ ആകെയുള്ള പ്രതീക്ഷ അത് അവളാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് താങ്ങാനാവില്ല. റബേക്കയ്ക്കാണെങ്കിൽ വേദന താങ്ങാൻ കഴിയില്ല. അവളുടെ കണ്ണുകൾ അതങ്ങനെ പതിയെ പതിയെ അടയും. കണ്ണുകൾ അടയും തോറും അവളുടെ മനസ്സിൽ ആ ടോയ് സോൾജിയറിനെ കുറിച്ചുള്ള മെമ്മറീസ് മാത്രമാണ്. അവസാനമായിട്ട് അവൻ ആ ടോയ് സോൾജിയറിനോട് ഈ ഒരു മത്സരത്തിന്റെ കാര്യം പറഞ്ഞു. അതിനവൻ ടെൻഷനായിട്ട് പറയും, നീ എന്തായി പറയണേ? അവിടെ ഒന്നും പോയി നിനക്ക് ഫൈറ്റ് ചെയ്യാനാവില്ല. ഓൾറെഡി നിനക്ക് ഞാനുമായിട്ട് പോലും ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അങ്ങനെയുള്ള നീ അവിടേക്ക് പോയി വലിയ വലിയ ജയൻസുമായിട്ടൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാണ്? നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചൂടെ? പക്ഷെ അവളാണെങ്കിൽ തീർത്തു പറയും, എനിക്കിതിൽ പങ്കെടുത്തേ പറ്റൂ. ആ ഡെവിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കി ഡോഫ്ലമിംഗോയെ എനിക്ക് കൊല്ലണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വേദനയിൽ കരയാണ്. അടുത്ത നിമിഷം ആ സ്മൈലിംഗ് ലേഡി അവളാണെങ്കിൽ വലിയൊരു ആക്സ് വെച്ച് ആ ജയന്റിന്റെ കയ്യിൽ ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടലില് വേദന സഹിക്കാനാവാതെ അവനാവട്ടെ ഇപ്പോ റബേക്കയെ താഴേക്കിടും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. യാഹൂ, റബേക്ക അവിടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. സ്മൈലിംഗ് ലേഡി ആണെങ്കിൽ റബേക്കയോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ റബേക്കയുടെ മുഖത്ത് ഇപ്പൊ പഴയ കോൺഫിഡൻസ് ഇല്ല. അതിനാ സ്മൈലിംഗ് ലേഡി, നീ ഇത്ര പെട്ടെന്ന് വിട്ടുകൊടുത്തോ? നിന്റെ പഴയ ഊർജവും ഡിറ്റർമിനേഷനും അതൊക്കെ എവിടെ പോയി? നിന്റെ പവർ അത് കാണിച്ചു കൊടുക്ക്. ആ ഡെവിൾ ഫ്രൂട്ട് അത് നീ തന്നെ സ്വന്തമാക്കണം. അവളത് പറയുന്ന ഗ്യാപ്പിൽ ജയന്റ് ആണെങ്കിൽ അവൾ ആഞ്ഞെട്ടിക്കും. അത് അവൾ ഒരു വിധത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യും. പക്ഷെ ആ ജയന്റ് ആണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അവൾക്ക് നേരെ പ്രയോഗിക്കുകയാണ്. സ്മൈലിംഗ് ലേഡിക്ക് ഒരുപാട് നേരത്തേക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവന്റെ ആ ഒരു പ്രഷറിൽ അവൾ പുറകിലേക്ക് തെറിക്കും. ആ ഗ്യാപ്പിൽ വീണ്ടും ആ ജയന്റ് അവളെ പിടിച്ചു വലിച്ച് മുഖത്തും വയറ്റിലും ഞെട്ടിക്കുകയാണ്. റബേക്കയ്ക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സത്യത്തിൽ റബേക്കയെ സപ്പോർട്ട് ചെയ്താണ് അവളിപ്പോ വലിയൊരു അപകടത്തിലായിരിക്കുന്നത്. റബേക്ക അവളാകെ പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ആ പെണ്ണിനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൾ അവളുടെ സ്ക്വാഡ് എടുത്ത് പറന്നു വരും. അതിനുശേഷം ഒരുപാട് ഫോഴ്സ് കൊടുത്ത് അവന്റെ കയ്യിൽ വെട്ടി അങ്ങനെ മുൻപോട്ടേക്ക് തെറിപ്പിക്കുകയാണ്. പിന്നീട് അവന്റെ കാലിൽ ഫോഴ്സ് കൊടുത്ത് ആ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടും. ആ കാഴ്ച കണ്ട് ജനങ്ങളും ആങ്കറും ഒരുപോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇത് അവിശ്വസനീയമായ പെർഫോമൻസ് ആണ്. റബേക്ക ആ ജയന്റിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവനിപ്പോ റബേക്കയെ സപ്പോർട്ട് ചെയ്യും. സ്മൈൽ ലേഡിയാണ് ചിരിച്ചുകൊണ്ട് അവളോട് പറയും, ഓ നീ ഇവനെയും അറ്റാക്ക് ചെയ്തില്ലല്ലേ? ആരെ അറ്റാക്ക് ചെയ്യാതെ എല്ലാവരെയും നീ തോൽപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഒരുപാട് പേര് അവരെല്ലാവരും ഇപ്പൊ റബേക്കയെ നോക്കി ഓടി അടുക്കുകയാണ്. സ്മൈൽ ലേഡി പറയും, റബേക്ക എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നീ തീർച്ചയായിട്ടും ഫൈനൽസിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മല്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോഴായിരിക്കും ആ ചുന്ദരം പൈലറ്റ് അവനിപ്പോ അറ്റൻഷൻ കിട്ടാനായിട്ട് ആ സ്നെയിലിന്റെ മുൻപിൽ കയറി നിൽക്കുക. ലൂഫി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. അപ്പൊ ലൂഫിക്ക് മനസ്സിലാവും അവൻ കണ്ടതുപോലെ ഈ ഐലാൻഡ് അത്ര നല്ലതൊന്നും അല്ല. ഡോഫ്ലമിംഗോയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ ശരിക്കും ഒരു സ്വർഗരാജ്യമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്കും തോറ്റുപോകുന്നവർക്കും എല്ലാം ഇതൊരു നരകം തന്നെയാണ്. അങ്ങനെയുള്ളവർ ഇടാനാണ് ഒരു സ്ക്രാപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിംഗ് പോലും അവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേ സ്ക്രാപ്പ് റൂമിലാണ് ഇപ്പൊ നമ്മുടെ ജയന്റ് മാനും കപ്പട മീശക്കാരനും അങ്ങനെ എല്ലാവരും ഉള്ളതും. ലൂഫി ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിൽ ആ പച്ചത്തലയൻ. ഓ മൈ ഗോഡ്, മാസ്റ്റർ ലൂഫി, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം അലഞ്ഞു നടന്നതെന്ന് പറഞ്ഞ് അവരങ്ങനെ നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.